സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഒരാൾക്കൊരു ഗിഫ്റ്റ് എന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അടിപൊളിയായിട്ട് പ്ലാന്റ് വളരും. സാധാരണ വളർന്നതിൽ ഇരട്ടിയാണ് ഗ്രോത്ത്. ഇനിയിപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടും, പ്രത്യേകിച്ച് ഒരു സാധനം കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസം സ്പൈക്കിൽ കാണാൻ പറ്റും. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സ്പൈക്കും ഒത്തിരി പൂക്കളുണ്ടാവും. ഇന്ന് നമ്മുടെ ഓർക്കിഡ് സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. 10ാമത്തെ എപ്പിസോഡായപ്പോഴത്തേക്കും നമ്മുടെ പ്ലാൻ കണ്ടീഷൻ കാണാം. ഇതാണ് പ്ലാന്റ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് ലെവൽ കണ്ടോ. നന്നായിട്ട് പ്ലാന്റ്സൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ വന്ന സ്പൈക്കിൽ ഒറ്റ മൊട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ബഡും കൂടെയാണ് ഉണ്ടായിരുന്നായിരിക്കാം. അതെന്തോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഞാനന്ന് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം സ്നെയിൽ പെല്ലറ്റ് ഇട്ടിട്ട് കാണിക്കാമെന്ന്. ഇപ്പോൾ സ്നെയിൽ പെല്ലറ്റിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഒച്ചിൻ്റെ തോടുകൾ കിടപ്പുണ്ട് കണ്ടോ. ചെറിയ ഒച്ചാണ്, വലിയ ഒച്ചുകളൊന്നും ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാണുന്നില്ല കണ്ടോ. ഇത് നമ്മൾ സൈഡിലായിട്ട് വെച്ചിരുന്ന പെല്ലറ്റാണേ. അപ്പോൾ 2-3 പേര് വന്നിട്ട് ഇങ്ങനെ ചത്ത് കിടക്കുമായിരിക്കാം ഇത് തിന്നിട്ടേ. അങ്ങനെയാണ് സാധാരണ നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് ഈ ഇത്രയും ചെറിയ ഒച്ചിനെയൊക്കെ നോക്കിയാലൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ പെല്ലറ്റൊക്കെ ഇട്ടാൽ കുറച്ചൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചത്ത് കിടക്കുമായിരിക്കും കേട്ടോ. പിന്നെ ഈ പെല്ലറ്റ് നനയാതെ വീണ്ടും മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ വീട്ടിൽ നിന്ന് വൈകിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ഒച്ചുകൾ ചത്ത് പോയിട്ട് പ്ലാന്റിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. ഇതുപോലെ സ്നെയിൽ പെല്ലറ്റ് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒച്ചുകളെയൊക്കെ പിടിച്ച് മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളുടെ ഈ സീരീസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കൂടെ തന്നെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മഴ സീസണാണ്, ഒച്ചിരി ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഓർക്കിഡ്സ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വീണ്ടും ഓരോ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു പ്രചോദനമാണത്. നിങ്ങളുടെ കമൻറ്റ്സ് അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഒരാൾക്കൊരു ഗിഫ്റ്റ് എന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് 10ാമത്തെ എപ്പിസോഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 10ാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒന്ന് ഉഷാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അന്ന് കണ്ടതിനെക്കാട്ടി കുറച്ചും കൂടെ ഹൈറ്റൊക്കെ പ്ലാന്റ്സിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം ഈ ഒരു ബഡിൻ്റെ ഒരെണ്ണം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഒച്ചെന്തെങ്കിലും തിന്ന് കാണും. അതുകൊണ്ടാണ് അന്ന് നമ്മൾ കണ്ടല്ലോ അതിൻ്റെ ഈ വേസ്റ്റ് എന്തൊക്കെയോ വന്നിട്ട് ഈ ലീഫിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തിന്നിട്ട് പോയതായിരിക്കും ആൾ. അപ്പോൾ നമ്മൾ ഇത്രയും നാളും സീരീസിൽ ചെയ്തുകൊണ്ടിരുന്നത് വളരെ ഓർഗാനിക്കായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വളങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഈ പ്ലാന്റ്സിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ നമുക്ക് ഈ സീസണിൽ ഈ വളങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വളങ്ങൾ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് നമ്മൾ പ്ലാന്റ്സിനെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തണം എന്നാണ് ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്ലാന്റ്സിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ്, അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, പോട്ട്സ്, ഓർക്കിഡ്സിൻ്റെ എല്ലാ വെറൈറ്റിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് നമ്മളുടെ വാട്സപ്പിൻ്റെ ലിങ്കും അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ലിങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാവർക്കും ഡെലിവറി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മഴക്കാലത്ത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരാതെ വളരെ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുന്ന ഒരു സമയമാണ് മഴക്കാലം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അസുഖം വരുന്നതിന് മുമ്പ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അസുഖം വരുന്നതിന് ശേഷം കിടന്ന് കഷ്ടപ്പെടുന്നതിന് നല്ലതല്ലേ, അതിന് മുമ്പായിട്ട് നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് ഒരു മെഡിസിൻ നമ്മളിന്ന് പ്ലാന്റിന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ നേരത്തെ പ്ലാന്റ്സിലൊക്കെ എപ്പോഴും വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ ഈ സീരീസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ സീരീസ് ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത്. നമ്മൾ ഒരു ഫംഗിസൈഡ് ഈ ഒരു മഴ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അതിപ്പോൾ ഓർഗാനിക്കായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കെമിക്കലായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് കെമിക്കൽ ഫംഗിസൈഡ് തന്നെ യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം പ്ലാന്റ് ഒട്ടും തന്നെ ഒരു പ്രശ്നമില്ലാതെ വളരെ നന്നായിട്ട് വളരാനും
അസുഖങ്ങളൊന്നും വരാതിരിക്കാനും കെമിക്കലായിട്ട് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ് തന്നെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാസം നമ്മളൊരു ഫംഗിസൈഡാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത മാസം വേറൊരു ഫംഗിസൈഡ് കൊടുക്കാം. സെയിം തന്നെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സാധാരണയായിട്ട് ഞാനിപ്പോൾ സാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രാൻഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഒരുപാട് ബ്രാൻഡുകളുടെ ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫംഗിസൈഡ്. ഇനി മഴക്കാലത്ത് 15 ദിവസം കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിനി ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് കെമിക്കൽ യൂസ് ചെയ്യാൻ വിഷമമുള്ളവർക്ക് ഞാൻ മറ്റൊരു ഫെർട്ടിലൈസറുമാണ്, അത് ഫംഗിസൈഡുമാണ്. നമ്മുടെ വേപ്പെണ്ണ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫംഗസ് രോഗങ്ങളൊക്കെ മാറിക്കിട്ടും. ചിലർക്ക് ഓർഗാനിക് കൊടുക്കാനാണ് ഇഷ്ടം പ്ലാന്റ്സിൽ. നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഫംഗിസൈഡായിട്ടും ഇൻസെക്ടിസൈഡായിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് വേപ്പെണ്ണ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ സാഫ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൊടുക്കുമ്പോൾ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പ്ലാന്റിൽ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഗമ്മും കൂടെ, ഒരു വെറ്റിംഗ് ഏജൻറ്റ് കൂടെ ആഡ് ചെയ്ത് വേണം നിങ്ങളിതിന് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് ഈ സാഫ് കൊടുക്കാം. ഞാൻ സാധാരണ സാഫാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു വെറ്റിംഗ് ഏജൻറ്റും കൂടി ചേർത്തിട്ട് ഞാനൊരു 1/2 ലിറ്ററിൽ ഉള്ളൊരു വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സ്പ്രേയറിൽ. അത് രണ്ടും കൂടി സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഫുള്ളൊന്ന് സ്പ്രേ ചെയ്താൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്ററേ ഉള്ളതുകൊണ്ട് ഒരു സാധാരണ 2 ഗ്രാമാണ് 1 ലിറ്ററിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് 1 ഗ്രാമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 1 ഗ്രാം കണക്കിന് കുറച്ച് ഫംഗിസൈഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 നുള്ള് കണക്കാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു വെറ്റിംഗ് ഏജൻറ്റ് കൂടെ ആഡ് ചെയ്യണം. അതൊരു ചെറിയൊരു ലിക്വിഡാണ്. നമുക്ക് ഒരു 2 ഗ്രാമാണ് സാധാരണ 1 ലിറ്ററിലേക്ക്. ഇതിപ്പോൾ ഒരു ml കണക്കിൽ നമുക്ക് 1 ml കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്ത് പ്ലാന്റ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുതിയൊരു സ്പ്രേയർ ബോട്ടിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് സ്പ്രേ ചെയ്യാം. അപ്പോൾ സ്നെയിൽ പെല്ലറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ സ്നെയിൽ പെല്ലറ്റ് മാറ്റിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അപ്പം നമ്മൾ കുറേ ദിവസം കൊണ്ട് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അല്ലേ കൊടുത്തത്. അതുകൊണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിങ്ങൾ യൂസ് ചെയ്യുക. നന്നായിട്ട് ഈ പോട്ട് നല്ല നനയുന്ന രീതിയിൽ കൊടുക്കുക. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കാനും ഒന്നും അനുവദിക്കരുത് കേട്ടോ. ഇപ്പം ഈ ആട്ടിൻകാഷ്ടത്തിൻ്റെ നമ്മുടെ കിഴിയുണ്ടല്ലോ, അത് ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് എന്തെങ്കിലും അതിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല. കാരണം അങ്ങനെ അഴുകിയൊന്നും കിടക്കത്തില്ലല്ലോ. അത് ഇങ്ങനെ അത് ഉരുണ്ട് തന്നെ ബോൾ പോലെ കിടക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാസ്ക് ഇട്ടിട്ട് അടിക്കണം കേട്ടോ. ഞാനിപ്പോൾ മാസ്ക് ഇല്ലാതെ അടിച്ചത്, മാസ്ക് എടുക്കാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് എല്ലായിടം നന്നായിട്ട് വീണിട്ടുണ്ട്. എപ്പോഴും ലീഫിൻ്റെ അടിയിൽ ചേർത്തിട്ട് തന്നെ അടിക്കുക കേട്ടോ. നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞു, ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫംഗിസൈഡ് നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കിപ്പോൾ വെള്ളം ഒഴിക്കുന്നത് പോട്ടി മിക്സ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ ഇടവേളയിൽ മാത്രം നിങ്ങളൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം തൊണ്ട് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ആണെങ്കിൽ മസ്റ്റായിട്ട് ഒരു 2 ദിവസം ഇടവേളയെങ്കിലും കൊടുക്കേണ്ടി വരും. ആ തൊണ്ടൊന്ന് ഡ്രൈ ആവാനുള്ള ടൈം കൊടുക്കുക. പിന്നെ കരിയോട് മാത്രം ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ഡെയിലി വെള്ളം ഒഴിക്കാം കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് വെറ്റിയായിട്ടുള്ള ക്ലൈമറ്റ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ ഇനി നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞ ഫെർട്ടിലൈസറുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് സൺലൈറ്റ് ഉള്ള ദിവസം, ഇപ്പോൾ മഴക്കാലമാണ് പക്ഷേ ഇടയ്ക്ക് 2 ദിവസമൊക്കെ നമുക്ക് നല്ല വെയിൽ കിട്ടും. അപ്പം രാവിലെ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അന്ന് വൈകിട്ട് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ
പിറ്റേന്ന് നിങ്ങൾ വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് വെറുതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തൊന്നുമില്ല. നമുക്ക് ഇനി വളരെ കെയറിങ് കുറച്ച് മതി ഈ ഒരു മഴക്കാലത്ത്. കാരണം നിങ്ങൾ വിചാരിക്കും മഴക്കാലമാകുമ്പോൾ ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന്. അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. മഴയത്തിരിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റിന് നമ്മൾ സാധാരണ ഡെയിലി 2 ദിവസം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല മഴക്കാലമാണെങ്കിൽ. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. നമ്മൾ എത്ര ടൈമാണ് വെള്ളം ഒഴിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട. പിന്നെ ഫെർട്ടിലൈസർ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറുകളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കെമിക്കലി നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവേ. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ വേറെ കെമിക്കൽ ഫെർട്ടിലൈസറുകളൊന്നും പറയുന്നില്ല, കാരണം എല്ലാം കൂടെ നമ്മൾ ഇന്ന് കുത്തിക്കയറ്റി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത സീരീസ് എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഏതൊക്കെ ഫെർട്ടിലൈസർ നമുക്ക് കെമിക്കലായിട്ടുള്ളത് യൂസ് ചെയ്യാമെന്ന് പറയാം. പിന്നെ പെട്ടെന്ന് അറിയണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ, ജൈവവളം കൊടുക്കുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമാണ് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ തരികളായിട്ടൊക്കെ ഇരിക്കുന്ന ബോട്ടിലായിരിക്കും, അത് ജസ്റ്റ് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ കൂടി കൊടുത്തു പോവാവുന്നതാണ്. പിന്നെ മഴയത്തിരിക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫംഗിസൈഡ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. വേറെ വലിയ സാധാരണയായിട്ടുള്ള കെയറിങ്ങിൻ്റെ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മഴക്കാലത്ത് അടിപൊളിയായിട്ട് പ്ലാന്റ് വളരും. സാധാരണ വളർന്നതിൽ ഇരട്ടിയാണ് ഗ്രോത്ത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷിക്കാൻ പറ്റിയ ടൈമാണ് മഴക്കാലം എന്ന് പറയുന്നത്. ഭയങ്കര സൂപ്പറായിട്ട് പ്ലാന്റ് എല്ലാം അടിപൊളിയായിട്ട് ഗ്രോ ചെയ്ത് വരും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടും, പ്രത്യേകിച്ച് ഒരു സാധനം കൊടുത്താൽ. അപ്പോൾ മഴവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഡബിളാവും. അപ്പോൾ മഴവെള്ളം നിങ്ങൾ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന ദിവസമാണെങ്കിൽ ആ വെള്ളം ഒന്ന് ഒഴിച്ചു നോക്കിയേ, അടിപൊളിയാണ്. ഭയങ്കര റിസൾട്ടുള്ള ഒരു സാധനമാണ് മഴവെള്ളം. നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിന് ഒഴുകി നടക്കുന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഓവിൽ നിന്നൊക്കെ വരുന്നത് വെച്ച് പിടിച്ചിട്ട് അത് സ്റ്റോർ ചെയ്ത് അടച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ഒരു അസുഖവും ഇല്ലാണ്ട് ഇരട്ടിക്കിരട്ടി ഫാസ്റ്റായിട്ട് വളർന്നു കിട്ടും. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മളുടെ സീരീസ് എപ്പിസോഡിൻ്റെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ. പക്ഷേ സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയായിരുന്നു കേട്ടോ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ തണലത്ത് വെച്ചിരുന്നാൽ മതി ഇപ്പോഴും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വെയിലത്തോട്ട് മാറ്റാം. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലല്ല, കുറച്ചും കൂടെ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റാനുള്ള ടൈം ആയി വരുന്നവരെല്ലാം കുറച്ചും കൂടെ കുറച്ചൊന്ന് ഹെൽത്തിയായി കുറച്ചും കൂടെ ഒന്ന് മെച്വറായി വരുന്നുണ്ട്. ഒരാൾ മെച്വറായി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പൂ കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ വലുതായി പ്ലാന്റ് ഫ്ലവർ ചെയ്യുമ്പോഴാണ് ഒത്തിരി സ്പൈക്കുള്ള ഫ്ലവർ കിട്ടത്തുള്ളൂ. ഇതൊരു കോമ്പാക്റ്റും ടൈപ്പാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പൂ ഇട്ടത്. പക്ഷേ അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും പെട്ടെന്ന് പൂ ഇട്ടതുകൊണ്ട് പ്രായം കുറവല്ലേ പ്ലാന്റിന്, അതുകൊണ്ടാണ് ഒരു പൂവോ അല്ല 2 പൂവായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാന്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രായമുള്ള പ്ലാന്റ്സാണ്, 2-3 വർഷമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസം സ്പൈക്കിൽ കാണാൻ പറ്റും. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സ്പൈക്കും ഒത്തിരി പൂക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഗിവ് അവേ എന്ന് പറയാം. നമ്മളുടെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ മാസം ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മാസത്തെ ഗിഫ്റ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കമൻറ്റ് ചെയ്തതിൽ നമ്മളെ സിനിമയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5-6 പേരെ ഞാൻ സെലക്ട് ചെയ്തു. അവരുടെ പേര് ഞാനൊന്ന് വായിക്കാവേ. കണ്ടല്ലോ പേരുകൾ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് വായിക്കാം. റസീന ഫൈസൽ, സുഹറ ഹുസൈൻ, ഷബ്ന, മുഹസിൻ, പ്രീതി മുരളി, റജിത ബി മജീദ്. അപ്പോൾ ഇത്രയും പേരുടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെന്നെ സ്ഥിരമായിട്ട് എന്നെ കമൻറ്റൊക്കെ ഇട്ടെന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഇത്രയും പേരെയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു ബോട്ടിനകത്തോട്ട് ഇടുവാണ്. എന്നിട്ട് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലോട്ട് ആയതും എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക്
യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മളെ ചാനലിൽ കൂടി ഷെയർ ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് അവരർഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ് തന്നെ ഗിഫ്റ്റായിട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരാളുടെ എടുക്കുവാണ് കേട്ടോ. ആരായിരിക്കും ഭാഗ്യശാലി എന്ന് നോക്കാം. ഓക്കെ, കണ്ടല്ലോ, പേര് കായ്ക്കാൻ പറ്റുന്നുണ്ടോ? പ്രീതി മുരളി എന്ന് പറയുന്ന ഒരാളിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുള്ള, കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആളിനെ നേരിട്ട് അറിയത്തില്ല, പക്ഷേ എപ്പോഴും കമൻറ്റിലൂടെ നമുക്ക് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട് ഇത്രയും മിക്ക ആൾക്കാരുമായിട്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ അയച്ചേക്കാം കേട്ടോ. ഓക്കെ, സന്തോഷമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മഴക്കാലത്ത് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് പ്ലാന്റ്സ്, ഓർക്കിഡ് പ്ലാന്റ്സ് നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.